നമസ്കാരം. ഞാൻ അജിത് കുമാർ, അഞ്ചൽ സ്വദേശിയാണ്. ഞാനിന്ന് എൻ്റെ തന്നെ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. കഥയുടെ പേര് ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര. കഥ പറയുന്നതാണോ കഥ വായിക്കുന്നതാണോ കൂടുതലിഷ്ടം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. നല്ലൊരു കഥ വായിക്കുമ്പോൾ നമ്മൾ ആ കഥയിൽ ലയിച്ച് പോകാറുണ്ട്. പക്ഷെ കഥ കേട്ടാണ് നമ്മൾ വളർന്നത്. ആ കഥയിലും നമ്മെ നന്നായി ലയിച്ചിരുന്നു. കാരണം ആ കഥ പറയുന്നയാൾക്ക് നമ്മളോട് അത്രമാത്രം സംവദിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ കഥ കേൾക്കാം. കഥയുടെ പേര് ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര. കാറിലെ AC-യിലും ഞാൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടോ ചൂട് പതിവിലും കൂടുതലാണ്. വൈകിട്ട് മഴയുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ദുബായിൽ ഈ സമയത്തൊരു മഴ അതിമോഹമല്ലെന്ന് ഉള്ളിലാരോ ചോദിക്കുന്നത് പോലെ. അൽമദീന റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും തിരക്കൊഴിഞ്ഞിരുന്നു. റെസ്റ്റോറൻറ്റിന് മുന്നിൽ 3 വണ്ടി കഷ്ടിച്ച് പാർക്ക് ചെയ്യാനുള്ള ഇടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കാർ ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കും കൂടി പാർക്ക് ചെയ്യാമായിരുന്നു. തൊട്ടടുത്തുള്ള റയാൻ സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ് ഞാൻ കാർ പാർക്ക് ചെയ്തത്. തോമസ്, എന്തുണ്ട് വിശേഷം? അബ്ദുക്കയുടെ ചോദ്യം ശ്രവിച്ചുകൊണ്ടാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. കാർ ഇവിടെ കിടന്നോട്ടെ, ഇപ്പോൾ കഴിച്ചു വരാം. അതിപ്പോൾ പറയാനുണ്ടോ മോനെ? പിന്നെ മോൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. പിന്നെന്താ? പറയും. ഊണ് കഴിഞ്ഞ് എന്നെ ഒരിടം വരെ ഒന്ന് കൊണ്ടുപോകണം. നിൽക്ക്, ഞാനിപ്പോൾ കഴിച്ചിറങ്ങാം. ഞാൻ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി. സത്യത്തിൽ കുറച്ചധികം തിരക്കുള്ള ദിവസമായിരുന്നു. പക്ഷേ അബ്ദുക്കയെ നിഷേധിക്കാനായില്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഞാൻ അദ്ദേഹവുമായി അടുത്ത പരിചയത്തിലാണ്. പരിചയപ്പെട്ട കാലം മുതൽ ഏതു പരിതസ്ഥിതിയിലും ആ മനുഷ്യൻ്റെ സാമീപ്യം പോലും വല്ലാത്തൊരാശ്വാസമാണ്. ഒരുതരം പോസിറ്റീവ് എനർജി പോലെ. കഴിച്ചിറങ്ങുമ്പോൾ പതിവ് പുഞ്ചിരിയോടെ എന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ കാറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പോകാം ഞാൻ ക്ഷണിച്ചു. അദ്ദേഹം കാറിനകത്തേക്ക് കയറി. എങ്ങോട്ടാണ് ഒരു 5 കിലോമീറ്റർ. ഞാൻ വഴി പറയാം, നീ വണ്ടി വിട. സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിനില്ല എന്ന് എനിക്ക് തോന്നിയതിനാലാവും ഞാൻ നല്ലൊരു മലയാള ഗാനം ഉച്ചത്തിൽ വെച്ചു. ഇതെന്താണപ്പാ ഇപ്പോഴൊരു പാട്ട്? ഞാൻ നിന്നോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് വിരിക്കാമെന്ന് കരുതുമ്പോൾ നീ പാട്ട് വയ്ക്കുന്നു. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം കൊണ്ട് മാറിയിരിക്കുന്നു. എന്തു പറ്റി? നിൻ്റെ മുഖത്തൊരു മ്ലാനത. എന്തോ പ്രശ്നം വല്ലാണ്ട് മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ. എൻ്റെ മനസ്സ് വായിച്ചിരിക്കുന്നു. ഞാൻ ചെറുതായി ഒന്ന് ചിരിച്ചെങ്കിലും എൻ്റെ ചിരി ക്ലാവ് പിടിച്ച വെങ്കലപാത്രം പോലെ മങ്ങിയിരുന്നു. അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ്. ആ മനസ്സിന് മുന്നിൽ എൻ്റെ മുഖം കണ്ണാടി പോലെയാണ്. ഒന്നും ഒളിക്കാൻ എനിക്ക് കഴിയാറില്ല. അനാവശ്യമായി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല മോനെ. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പടച്ചവൻ്റെ തീരുമാനങ്ങൾക്ക് നിന്നു കൊടുക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ടെൻഷൻ? പ്രശ്നം ഓൺ സൃഷ്ടിച്ചതാണെങ്കിൽ പരിഹാരവും ഓൺ തന്നെ കാണട്ടെ. ഞാൻ മുഖത്തേക്ക് നോക്കി. നിസ്കാര തഴമ്പ് പതിച്ച വിശാലമായ നെറ്റിത്തടം, നരബാധിച്ച ഇടതൂർന്ന താടിരോമങ്ങളും കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും അദ്ദേഹത്തിന് നന്നായി യോജിച്ചിരുന്നു. എന്നേക്കാൾ ഒരു 10 വയസ്സിൻ്റെയെങ്കിലും മൂപ്പർക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഒരു കണക്കിന് പറഞ്ഞതല്ലേ ശരി. വിധിക്കപ്പെട്ടത് മാത്രമാണ് നടക്കുന്നതെങ്കിൽ ആകുലതകൾക്ക് തന്നെ എന്താണൊരു പ്രസക്തി? നമ്മൾ പരിചയപ്പെട്ടിട്ടിപ്പോൾ 2 വർഷത്തിലേറെയായി അല്ലേ മോനെ? 2.5 വർഷം കഴിഞ്ഞേക്കാം, ഞാൻ മറുപടി പറഞ്ഞു. നാളിതുവരെ എന്നെ ടെൻഷൻ അടിച്ച് നീ കണ്ടിട്ടുണ്ടോ? ചോദ്യം ശരിയാണ്. എപ്പോൾ കണ്ടാലും പ്രസന്നത നിറഞ്ഞൊരു പുഞ്ചിരി അദ്ദേഹം മുഖത്ത് സൂക്ഷിച്ചിരിക്കും. അതങ്ങനെ സന്തോഷം മാത്രം ഉണ്ടായിട്ടൊന്നുമല്ല മോനെ. ടെൻഷൻ അടിച്ചപ്പോഴൊന്നും അത് പരിഹരിക്കപ്പെട്ടില്ല. പരിഹരിക്കപ്പെട്ടതാവട്ടെ ഞാൻ പ്രതീക്ഷിച്ചപ്പോഴുമല്ല. തോന്നുമ്പോൾ തരും, തോന്നുമ്പോൾ തിരിച്ചെടുക്കും. എനിക്കിപ്പോൾ അത് ശീലമായി. ആത്മകഥം പോലെയാണ് അത് പറഞ്ഞത്. ഒരു നിമിഷത്തെ ഇടവേളയിൽ നെടുവീർപ്പിട്ടതുപോലെ എനിക്ക് തോന്നി.
ഒരു ദിവസം കയ്യും വീശി ദുബായ് മണലാരണ്യങ്ങളുടെ മടിത്തട്ടിലേക്ക് പറന്നിറങ്ങുമ്പോൾ നിറയെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു കൈമുതൽ. ഈന്തപ്പനകളും ഒട്ടകങ്ങളും മാത്രമല്ല, നീണ്ട ഒറ്റക്കുപ്പായങ്ങൾ അണിഞ്ഞ അറബികൾ പോലും ദൈവം എനിക്ക് മുന്നിൽ തുറന്നു വെച്ച അത്ഭുതങ്ങളുടെ പുതുലോകമായിരുന്നു. ജോലി തന്ന അറബിയോട് സ്നേഹവും കൂറും പുലർത്തിയതിനാലാവും ആ വലിയ മനുഷ്യൻ എനിക്കൊരു താങ്ങായി. ചെറിയ ജോലിയിൽ നിന്ന് ബിസിനസ്സിൻ്റെ ഭ്രമിപ്പിക്കുന്ന ലോകത്തേക്ക് പിച്ചുവെച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു എൻ്റെ വളർച്ച. 24 പെട്രോൾ പമ്പും 30 സൂപ്പർ മാർക്കറ്റും ദുബായിലുടനീളം. എൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേർക്ക് ജോലി കൊടുത്തു. സൗഭാഗ്യങ്ങളുടെ മടിത്തട്ടിൽ ആറാടിയ കാലം. ഞാൻ അവിശ്വസനീയയോടെ ഇക്കയെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എനിക്ക് വേർതിരിച്ചറിയാനാവാത്ത വിധം ഭാവങ്ങൾ ഓടി മറയുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിലിരിക്കുന്നത് ഇത്രയും വലിയൊരു കോടീശ്വരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ ബിസിനസ്സൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുക? സങ്കോചത്തോടെയാണ് ഞാനത് ചോദിച്ചത്. ഇക്കയുടെ മറുപടി പെട്ടെന്നായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, തോന്നുമ്പോൾ തരും, തോന്നുമ്പോൾ തിരിച്ചിടും. അതൊക്കെയാണ് പടച്ചവൻ്റെ വികൃതികൾ. ഒരു നിമിഷം ഇക്ക എന്നെ നോക്കി. ആ കണ്ണുകൾ ഓർമ്മകളിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അറബിയുടെ മരണം. ആ നിമിഷങ്ങൾ ഓർത്തത് കൊണ്ടാകും ഇക്കയുടെ നേത്രങ്ങൾ സജലങ്ങളായി. അദ്ദേഹത്തിൻ്റെ സ്വരമിടറി. തടയിണ തകർന്നതുപോലെ മിഴിനീർ പ്രവഹിക്കുന്നത് അദ്ദേഹം അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെന്താണ് ഇക്ക ഉണ്ടായത്? അറബിയുടെ മരണശേഷം കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു. ദൈവത്തെപ്പോലൊരു മനുഷ്യൻ്റെ സാത്താനെപ്പോലൊരു മകൻ, അതും ദൈവത്തിൻ്റെ മറ്റൊരു കുസൃതിയാകും. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ചോരയും നീരും മൂലധനമാക്കി ഞാൻ കെട്ടിപ്പടുത്തതെല്ലാം അയാൾ പിടിച്ചെടുത്തു. അവരുടെ നാട്, അവരുടെ നിയമം. നമ്മൾ എന്ത് ചെയ്യാൻ? കോടീശ്വരനായ ബിസിനസ്സുകാരൻ്റെ കോട്ടിൽ നിന്നും ഒരു നിമിഷത്തെ ഇടവേളയിൽ ഭിക്ഷക്കാരൻ്റെ മുഷിഞ്ഞു നാറിയ കുപ്പായത്തിലേക്ക് അയാൾ നിർദ്ദയം എന്നെ വലിച്ചെറിയുകയായിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറിയ നിമിഷങ്ങളിൽ മനസ്സ് കൊടുങ്കാറ്റിലുലയുന്ന പായ്ക്കപ്പൽ പോലെ അശാന്തമായിരുന്നു. അദ്ദേഹം അത് പറയുമ്പോൾ സംഘർഷത്തിൻ്റെയോ ആത്മീയതയുടെയോ ഏതോ തലത്തിലൂടെ അദ്ദേഹം യാത്രയിലാണെന്ന് എനിക്ക് തോന്നി. മനസ്സുകൊണ്ട് ഒരു താതാത്മ്യത്തിനുള്ള ശ്രമത്തിലായിരുന്നു ഞാനും. ഇക്ക എത്രയോ പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ബന്ധുക്കളോടൊക്കെ ഒന്ന് പറയാമായിരുന്നില്ലേ? അവരാരും സഹായിച്ചില്ലെന്നാണോ? അതാണ് മോനെ ജീവിതം. നീ ഉപകരിച്ചവരൊന്നും നിനക്ക് ഉപകരിക്കണമെന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. പ്രശ്നങ്ങൾ ഓരോ നിമിഷവും രൂക്ഷമായിക്കൊണ്ടിരുന്നു. എൻ്റെ ബിസിനസ് തകർന്നടിഞ്ഞതോടെ കിട്ടാനുള്ള ഭീമമായ തുക വെള്ളത്തിൽ വരച്ച വരിയായി. കിട്ടാനുള്ള പണം വാങ്ങാൻ പോലും അയാൾ എന്നെ അനുവദിച്ചില്ല. ഞാൻ കൊടുക്കാനുള്ളവർ ഒരു വേട്ടമൃഗത്തെപ്പോലെ എന്നെ വേട്ടയാടി. ഇക്കയ്ക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നില്ലേ? അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല മോനെ. നല്ല കാലത്ത് ശർക്കരയിൽ തേനീച്ച പൊതിയുന്നത് പോലെ പൊതിയുന്നവർ ആപത്ത് കാലത്ത് കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കും. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഞങ്ങൾക്കിടയിൽ നിശബ്ദതയ്ക്ക് ദൈർഘ്യമേറുന്നു. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? പിന്നീടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ കൂടുതൽ വേദനിപ്പിക്കാനും വയ്യ. പിന്നീട് ഇക്ക എങ്ങനെ അതിജീവിച്ചു? വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിനൊടുവിൽ തെല്ലു കുറ്റബോധത്തോടെയാണ് ഞാനത് ചോദിച്ചത്. ഞാൻ എന്നെ തന്നെ മറന്നുപോയ കുറച്ച് വർഷങ്ങൾ. നാട്ടിലെ സമ്പാദ്യമൊക്കെ ചുളുവിലേക്ക് സ്വന്തമാക്കാൻ ശവന്തീനി കഴുകന്മാരെ പോലെ ആളുകൾ മത്സരിച്ചു. കിട്ടിയ വിലയ്ക്ക് വിറ്റ് വീട്ടാവുന്നിടത്തോളം കടം വീട്ടി. പിന്നെയും കുറച്ച് അവശേഷിച്ചിരുന്നു. ബീവിയും മക്കളും താമസിക്കുന്ന വീട് മാത്രം വിൽക്കാൻ മനസ്സനുവദിച്ചില്ല. അത് അവളുടെ ഇഷ്ടപ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച എൻ്റെ താജ്മഹലായിരുന്നു. ഒരു നിമിഷം അദ്ദേഹം ആലോചനയിലെന്നോണം ദൂരേക്ക് കണ്ണുന്നിട്ടിരുന്നു. ഇക്ക, എൻ്റെ വിളി അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. പിന്നീടുള്ള വർഷങ്ങൾ അനുഭവങ്ങളുടെ സർവകലാശാലയിൽ പഠനങ്ങളുടേതായിരുന്നു. ഞാൻ മൂലം ഉയരങ്ങൾ താണ്ടിയവർക്ക് മുന്നിലൂടെ ഒരു യാചകനെ പോലെ ഞാൻ നടന്നു. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളതുപോലെ വേണ്ടപ്പെട്ടവർ എന്നിൽ നിന്ന് ഓടി വിളിച്ചു. ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും രക്തത്തിൻ്റെ ചുവപ്പാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് എന്താണ് ഉണ്ടായത്? എൻ്റെ ചോദ്യം ജിജ്ഞാസ നിറഞ്ഞതും വിഷാദാത്മകവുമായിരുന്നു. ഒരു ചെറിയ കമ്പനിയിൽ ക്ലീനിങ് ജോലിക്ക് കയറി. തുച്ഛമായ ശമ്പളം. അതിനു പുറമെ ഒരു സ്കൂളിൻ്റെയും ഓഫീസിൻ്റെയും
ശൗചാലയ ക്ലീനിങ് അടക്കം ഒരു ദിവസം 15 മണിക്കൂറോളം ഒരു അടിമയെ പോലെ ജോലി ചെയ്തു. കിട്ടുന്നതൊന്നും കടം തീർക്കാൻ പര്യാപ്തമായിരുന്നില്ലെങ്കിലും പറ്റാവുന്നതൊക്കെ കൊടുത്തു തീർത്തു. കിടക്കാൻ ഒരു കട്ടിൽ പോലുമില്ലാതെ പലപ്പോഴും കണ്ണീരിൽ കുളിച്ച് ഞാൻ ഉറങ്ങി. ഇക്കയ്ക്ക് അതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഇക്കയുടെ ഓർമ്മകളിലേക്ക് എൻ്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ താതാത്മ്യം പ്രാപിച്ചിരുന്നു. ശൗചാലയ ക്ലീനിങ് അറപ്പും വെറുപ്പും ഉളവാക്കിയിരുന്നു. പക്ഷെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. അന്യൻ വൃത്തിയാക്കാൻ വിധിക്കപ്പെട്ടു എന്നുകൂടി ഓർക്കാതെ പച്ചമലം അവശേഷിപ്പിച്ച് പോകുന്നവർ ഒരുപക്ഷെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തവരാകും. ആഹാരം പോലും കഴിക്കാനാകാതെ ഛർദ്ദിച്ച് തളർന്നുറങ്ങിയ എത്രയോ ദിവസങ്ങൾ. പിന്നീട് അതും ശീലമായി മാറി. ബാധ്യതകൾ അപ്പോഴും ഒരു പിശാചിനെ പോലെ എന്നെ കണ്ണിരുട്ടുന്നുണ്ടായിരുന്നു. ഒരു യുഗം പോലെ കടന്നുപോയ 10 വർഷങ്ങൾ. വീണ്ടും ഞങ്ങൾക്കിടയിൽ ക്ഷണിക്കപ്പെടാത്ത കോമാളിയെപ്പോലെ നിശബ്ദത പല്ലളിച്ചു നിന്നു. അദ്ദേഹത്തോട് ഒന്നും ചോദിക്കാൻ എനിക്കായില്ല. സമ്മിശ്ര വികാരങ്ങൾ തിരമാല പോലെ എൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ വീശിയടിച്ചു. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ അദ്ദേഹം തുടർന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ പ്രിയ സുഹൃത്തിനെ കമ്പനിക്ക് വെളിയിൽ തികച്ചും യാദൃച്ഛികമായി ഞാൻ കണ്ടത്. അവൻ ആരെയോ തിരക്കുകയായിരുന്നു. ആദ്യകാലത്ത് കുറച്ചേറെ നാൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പരസ്പരം ഹൃദയം തൊട്ടറിഞ്ഞ സൗഹൃദം. പിന്നീട് അവൻ സൗദി അറേബ്യയിലേക്ക് പോയി. തിരക്കിനിടയിൽ പരസ്പര ബന്ധവും നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിൽ അവൻ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. അപകർഷതാബോധം അത്രമാത്രം എന്നെ കീഴടക്കിയിരുന്നു. പക്ഷെ ഒരു ദൈവദൂതനെ പോലെ അവൻ എന്നെ തേടി പിടിച്ചു. അവന് മുഖം കൊടുക്കാതെ ഞാൻ തല കുമ്പിട്ട് നിന്നു. അഴുക്കും മെഴുക്കും പുരുണ്ട എൻ്റെ കുപ്പായത്തെ അവൻ്റെ കറുത്ത കോട്ടും സ്യൂട്ടും ആശ്ലേഷിച്ചു. എൻ്റെ അഹങ്കാരവും അപകർഷതയും അവൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതെയായി. അവൻ്റെ കണ്ണുനീരാൽ എൻ്റെ മുഖത്തെ വീർപ്പ് തുള്ളികൾ കഴുകിക്കളയുകയായിരുന്നു. നിഴലിൻ്റെ മറപോലുമില്ലാത്ത സൗഹൃദങ്ങളിൽ ജനിക്കുന്ന സ്നേഹത്തെ കാലപ്പഴക്കത്തിന് മായ്ക്കാനാകില്ലെന്ന് ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. പെട്ടെന്ന് ഒരു വെളിപാട് പോലെ ഞാൻ അവരിൽ നിന്നും കുതറിമാറി. നിന്റെ കോട്ട് അഴുക്കാവും, ഞാൻ പറഞ്ഞു. കീറിയ ഷർട്ടുകൾ പരസ്പരം മാറിയിട്ട കാലം നീ മറന്നു. ഞാനതൊക്കെ എന്നും ഓർക്കുവന്നു. പറഞ്ഞു മുഴുപ്പിക്കുന്നതിന് മുമ്പായിരുന്നു ഇടർച്ചയോടെ അവൻ്റെ മറുപടി. നിന്റെ ജോലി എപ്പോഴാണ് കഴിയുന്നത്? എന്തോ തീരുമാനിച്ചതുപോലെയായിരുന്നു അവൻ്റെ ചോദ്യം. രാത്രിയാവും, ഞാൻ മറുപടി പറഞ്ഞു. ശരി, ഇന്ന് രാത്രി നീ എനിക്കൊപ്പമാണ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആ നിമിഷങ്ങളിൽ കരയാതിരിക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു. അന്ന് രാത്രി അവൻ എന്നെ മുന്തിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം എന്നെ കണ്ട പലരും പരിചയം പുതുക്കാൻ ശ്രമിച്ചു. വെറും ഒരു പുഞ്ചിരി മാത്രമായി ഞാൻ ഒതുങ്ങി. അരണ്ട വെളിച്ചത്തിന് കീഴെ ഞങ്ങളിരുന്നു. നിനക്ക് എന്താണ് പറ്റിയത്? അതീവ നിരാശയിലായിരുന്നു അവൻ്റെ ചോദ്യം. ഉണ്ടായ സംഭവങ്ങൾ പ്രിയ സുഹൃത്തിന് വിവരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. നീ ഈ പണി നിർത്തണം. ഈ ജോലി നിനക്കിനി വേണ്ട. പരിസരബോധം നഷ്ടപ്പെട്ടതുപോലെ തെല്ലുറക്കെയായിരുന്നു അവനത് പറഞ്ഞത്. നീ ഒരു ബിസിനസ് തുടങ്ങണം. ഞാൻ അവനെ ഒന്ന് നോക്കി. അതിന് മൂലധനം വേണ്ടേ? എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ ചോദ്യത്തിൽ നിരാശയും വേദനയും കലർന്നിരുന്നു. അതേപ്പറ്റി നീ ആലോചിക്കണ്ട. നിനക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് ആലോചിച്ച് വയ്ക്കണം. ഞാൻ അടുത്ത മാസം ഇതേ ദിവസം വരും. ഇടയ്ക്ക് നീ വിളിക്ക്. അവൻ്റെ ബിസിനസ് കാർഡ് അവൻ എനിക്ക് നേരെ നീട്ടി. പലവിധ ബിസിനസ്സുകൾ ആലേഖനം ചെയ്ത മടക്കമുള്ളൊരു കാർഡ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കാർഡും അതുപോലെയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ അദ്ദേഹം ഓർമ്മകളിൽ ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് പറയുക, പിന്നെന്താണ് സംഭവിച്ചത്? എനിക്ക് ആകാംക്ഷ അടക്കാനായില്ല. ഇക്കയുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. അത്രമാത്രം പ്രേരകശക്തി ആ ഓർമ്മകൾക്കുണ്ടാകുമെന്ന് ഞാൻ ഓർത്തു. പറഞ്ഞ ദിവസം തന്നെ അവനും അവൻ്റെ സുഹൃത്തും വന്നു. ബിസിനസ് തുടങ്ങാൻ പര്യാപ്തമായ പണം എൻ്റെ വിറയ്ക്കുന്ന കൈകളിലേക്ക് വെച്ചിട്ട് അവൻ്റെ സുഹൃത്ത് പറഞ്ഞു, പീതാംബരൻ്റെ സുഹൃത്ത് എൻ്റെയും സുഹൃത്താണ്. ഒരുമിച്ച് തിരിച്ചു തരേണ്ട. സാവകാശം ലാഭത്തിൽ നിന്ന് കുറേശ്ശെയായി തന്നു തീർത്താൽ മതി.
ഒരു നിമിഷം ദൈവം തമ്പുരാന് അന്ന് ആദ്യമായി എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ടായി. ഇക്കയുടെ വാക്കുകൾക്ക് മുന്നിൽ എന്തു പറയണമെന്നറിയാത്ത ഒരു വീർപ്പുമുട്ടൽ. ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് ഇക്ക, ഇങ്ങനെയും മനുഷ്യരുണ്ട് മോനെ, അപൂർവമാണെന്ന് മാത്രം. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ ആദ്യ സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ 4 എണ്ണമായി. അത് പറയുമ്പോൾ കാർമേഘങ്ങൾ മാറി നീലാകാശം പുഞ്ചിരി തൂന്നത് പോലെ ഇക്കയുടെ മുഖം തെളിഞ്ഞു. നാം എത്തിയിരിക്കുന്നു. നീ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട് ഇക്ക. വരും വഴി എനിക്ക് മനസ്സിലായിരുന്നു. 1-2 പ്രാവശ്യം ഇക്കയ്ക്കൊപ്പം തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു. എങ്ങനെയുണ്ട് ഇക്ക ഇപ്പോൾ അദ്ദേഹത്തിന്? കൗതുകത്തോടെ ഞാൻ ചോദിച്ചു. നല്ല മാറ്റം, നടന്നു തുടങ്ങി. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് ആരുമില്ലേ? നല്ല സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നിരിക്കും, കഷ്ടകാലത്ത് ആരും ഉണ്ടാകില്ല. ഏകാന്തതയുടെ തടവറയിൽ നമ്മൾ തളച്ചിടപ്പെടും. ഒരു സാരോപദേശം പോലെയാണ് ഇക്ക അത് പറഞ്ഞത്. ഇക്ക അദ്ദേഹത്തെ ഒരു രക്തബന്ധുവിനെ പോലെ ശുശ്രൂഷിക്കുന്നത് ഞാൻ നോക്കി നിന്നു. കഴിഞ്ഞ 4 മാസമായി അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായ ഒരു അപരിചിതനായ ഒരാളെ സ്വന്തം ചിലവിൽ ഇക്ക സംരക്ഷിക്കുന്നു. ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് മുടങ്ങാതെ പണം അയക്കുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാവുക? ഈ മനുഷ്യൻ്റെ നന്മകൾക്ക് എന്താവും ദൈവത്തിൻ്റെ പ്രതിഫലം? ആത്മാർത്ഥമായി ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇക്കയുടെ ഭാര്യയും മക്കളുമൊക്കെ സുഖമായിരിക്കുന്നില്ലേ? ഇത്ര കാലത്തെ പരിചയത്തിനിടയിൽ അന്ന് ആദ്യമായാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി തിരക്കിയത്. അദ്ദേഹം എന്നെ നോക്കി. മുഖം പെട്ടെന്ന് ഇരുണ്ടതുപോലെ. ആ ചോദ്യം അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് തോന്നി. നഷ്ടങ്ങളുടെ കുത്തൊഴുക്കിൽ, അതും കഥകളുടെ കൂട്ടത്തിൽ ഒരു കടങ്കഥ പോലെ. ആപത്ത് കാലത്ത് ഭാര്യ വേറെ വിവാഹം കഴിച്ചു. മക്കൾ അവൾക്കൊപ്പം സുഖമായിരിക്കുന്നു. പോകുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. അതുമാത്രമാണ് ഇന്നും എൻ്റെ വേദന. ഇക്ക എന്താണ് പറയുന്നത്? വിശ്വസിക്കാനാകാതെ ഞാൻ അദ്ദേഹത്തെ നോക്കി. നിസ്സംഗത മാത്രമായിരുന്നു ആ മുഖത്ത്. വേദനയും ദേഷ്യവും എനിക്ക് അടക്കാനായില്ല. അത് ശരിയായില്ല. അത് ഇക്കയെപ്പോലൊരു മനുഷ്യനോട്. ശവക്കൂനയ്ക്ക് മുകളിലും സൗഭാഗ്യങ്ങളുടെ പർദീസ തേടുന്ന മനുഷ്യ മനസ്സ് എത്രമാത്രം നികൃഷ്ടമാണ്. ആത്മകഥം പോലെ ഞാൻ പിറുപിറുത്തു. അങ്ങനെയല്ല മോനെ. ഓരോരുത്തരും ചെയ്യുന്നത് അവരവരുടെ ശരിയാണ്. അവർക്കതിന് അവരുടേതായ ന്യായീകരണങ്ങളും ഉണ്ടാകും. ആരാണ് ഇത്തയുടെ ഈ പുതിയ ഭർത്താവ്? ആ കേമൻ ഇക്കയ്ക്കറിയുമോ? ഒരു നിമിഷം അദ്ദേഹം ഒന്നും ഉരിയാടിയില്ല. പിന്നെ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ പരിചരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ മുടങ്ങാതെ പണം അയക്കുന്നത്. അത് പറയുമ്പോൾ ഇക്കയുടെ മുഖം ശാന്തഗംഭീരമായിരുന്നു. അതിലൊരു മധുര പ്രതികാരത്തിൻ്റെ നിറമുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. ഇങ്ങനൊരു നീചനെ നമ്മൾ എന്തിനു സംരക്ഷിക്കണം? ചില അരിശത്തോടെയാണ് ഞാൻ ചോദിച്ചത്. ഒരു തരത്തിൽ ഞാനിപ്പോഴും സംരക്ഷിക്കുന്നത് എൻ്റെ കുടുംബത്തെ തന്നെയല്ലേ തോമസ്? എത്ര ആലോചിച്ചിട്ടും ആ മനസ്സെനിക്ക് മനസ്സിലാവുന്നതേയില്ല. കഥ ഓർമ്മകളിലേക്കൊരു മടക്കയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻസും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ആഴ്ചകളിൽ പുതിയ കഥകളുമായി, പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു.